ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. എന്നത്തെയും പോലെ നമുക്കിന്ന് ക്ലാസ് ഉള്ള ദിവസമാണ്. അപ്പം ഞാൻ സ്കൂളിൽ പോയി തുടങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസമാണ്. അമ്മ രാവിലെ നേരത്തെ എണീറ്റ് വീട്ടിൽ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കറി വയ്ക്കാനും അങ്ങനെയുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു 6 മണിയാകുമ്പോഴാണ് ഞാനിപ്പോൾ എണീറ്റ് വരാം. അങ്ങനെ ഞാൻ എണീറ്റ് വന്ന് നേരെ പല്ല് തയ്ക്കാനൊക്കെയാണ് പോവുക. പക്ഷെ ഇവിടുത്തെ ഒരാൾ നല്ല ഉറക്കമാണ്. കുഞ്ഞാറ്റ നല്ല ഉറക്കമാണ് കേട്ടോ. അവൾക്കിപ്പോൾ ചെറുതായിട്ടൊക്കെ സ്കൂളിൽ പോകാൻ മടിയുണ്ട്. ചെറുതായിട്ട് അവൾ ഇടയ്ക്ക് ഓരോ വയറുവേദന അങ്ങനെ വേദന എന്നൊക്കെ പറഞ്ഞ് കിടക്കും. പക്ഷേ സ്കൂളിൽ പോയി വരുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. സ്കൂളിൽ പോകാനാണ് പ്രശ്നം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ യൂട്യൂബിൽ ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ പറ്റുള്ളൂ. ആ ചാനലിൻ്റെ ആ ഉടമയ്ക്ക് മാത്രമാണ് കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ ഇടാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കൂടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ പറ്റും. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം നമ്മൾ ഇടുന്ന പോലെ തന്നെ നിങ്ങൾക്കും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇടാൻ പറ്റുന്നത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മാത്രമാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ പറ്റുള്ളൂ. എന്നാലാണ് എനിക്കതിന് റിപ്ലൈ തരാൻ പറ്റുള്ളൂ. ഞാൻ അതിലെന്തായാലും റിപ്ലൈ തരും. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും റിപ്ലൈ തരും. അപ്പോൾ ശരിക്കും കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ അടിയിൽ നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കും കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇടാം. ഇപ്പോൾ എന്തെങ്കിലും പിക്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇടാൻ പറ്റും. നമ്മൾ ഇടുന്ന പോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്നിട്ട് അങ്ങനെ ഇടാൻ പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക. ഗുഡ് മോർണിംഗ്. രാവിലത്തെ തിക്കുന്നൊരുക്കാണ് കേട്ടോ ഗൈസ്. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് സ്കൂളിൽ പോകുമ്പോൾ ചോറ് കൊണ്ടുപോകണ്ട. അവൾക്ക് അവിടെ സ്കൂളിൽ നിന്നാണ് ചോറും കറിയൊക്കെ. അവൾ ഇവിടെ നിന്ന് മുട്ട പിരിച്ചു കൊണ്ടുപോകും. അത് അവൾക്ക് സ്പെഷ്യൽ മുട്ടയാണ്. ലഞ്ച് എരിവൊന്നും പാടില്ല. എരിവില്ല, സവോള ഇടാൻ പാടില്ല, പച്ചമുളക് ഇടാൻ പാടില്ല, വെറുതെ അതെ ഉപ്പ് മാത്രം. അത് കാരണം ഇബേക്ക് സുഖം. രാവിലെ കഴിഞ്ഞൊരു മുട്ട എടുത്തിട്ട് ചുമ്മാ ഒന്ന് കറക്കിയെടുത്താൽ മതി. മാളു പല്ല് തേക്കുന്നു ഗായ്സ്. ഇങ്ങോട്ട് നേരത്തെ പോകണം. 8:30 അവിടെ എത്തണം സ്കൂളിൽ അല്ലേ? 8:30 ഇറങ്ങിയാൽ മതി. അങ്ങനെ ഗൈസ് ഞാൻ കുളിക്കാനൊക്കെ പോയി. അപ്പം അമ്മ ഇവിടെ ഫുഡ് ആക്കാണ് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അച്ചാറ്, പിന്നെ ഒരു ചിക്കൻ കറി പോലൊരു സംഭവം ഉണ്ടായിരുന്നു, പിന്നെ മുട്ടക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാക്കാണ്. പിന്നെ ഗൈസ് ഇതൊന്നും എനിക്ക് ഇനി അവരായിട്ട് ഷെയർ ചെയ്ത് കഴിക്കാൻ പറ്റില്ല, എൻ്റെ ഫ്രണ്ട്സായിട്ട്. കാരണം അവർ അപ്പുറത്തെ ക്ലാസ്സിലാണല്ലോ. അങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്തൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അവർ ഇൻ്റർവെല്ലിന് വരുമ്പോൾ മാത്രം ഞങ്ങൾ കണ്ട് സംസാരിക്കും, അത്രേ പറ്റുള്ളൂ ഗൈസ്. അതിൽ വിഷമമുണ്ട്. അതിൽ എനിക്കല്ല വിഷമം, അവർക്കാണ് കൂടുതൽ വിഷമം. കറി കിട്ടാത്തതിൽ എന്നോട് സ്കൂളിൽ വെച്ചിട്ട് വന്ന് ചോദിച്ചു, നീ എനിക്ക് കറി തന്നില്ലല്ലോടി, മുട്ട പൊരിച്ച് കൊണ്ടിട്ട് തന്നില്ലല്ലോടി. പിന്നെ അച്ചാറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക്. അപ്പം എന്നോട് പറഞ്ഞു, അച്ചാറ് മര്യാദയ്ക്ക് നീ 2 പാത്രത്തിലാക്കി കൊണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയായിരുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ ഒരുങ്ങി വൃത്തിയായി. ഗൈസ് നേരത്തെയാണ് ഞാൻ എന്താ ഒരുങ്ങി നിൽക്കണത്. ഇപ്പോൾ ഇനിയുണ്ട് സമയം. 8:30 ആകുമ്പോഴേ ഇറങ്ങുള്ളൂ. 8:30 ആയിട്ടില്ല. കുഞ്ഞാറ്റേ ഇവിടെ നിൽക്കട്ടെ ഗൈസ്. കുഞ്ഞാറ്റേ ഗൈസ് നമ്മൾ ഇതൊട്ട് കണ്ണടക്കണം. ഗൈസ് അവളെ ചോറ് കഴിക്കാണ്. കുഞ്ഞാറ്റമ്മോള് ഇവിടെ ചോറ് കഴിക്കാണ്. മടിച്ചിരുന്ന് ചോറ് കഴിക്കണം. ഇന്നലത്തെ വയറുവേനുണ്ട്. ഇപ്പോ ഇന്നലത്തെ വയറുവേന നമ്മുടെ അച്ഛൻ പല്ല് തയ്ക്കണുള്ളൂ ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പൊ ഗൈസ് കുഞ്ഞാറ്റന്ന് ബടിയില്ലാണ്ട് സ്കൂളിൽ പോകുന്നാണ് പറയണത്. അപ്പൊ ഇനി കൊറേ സമയം എടുക്കും. ഞാൻ എന്തിനാ നേരത്തെ ഒരുങ്ങി നിക്കണേ. പിന്നെ ഫസ്റ്റ് ഡേ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. നല്ല കുഴപ്പമില്ല, വലിയ സീൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അവരില്ലാത്തൊരു ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലും ഇന്റർവെല്ലിന് കാണാമല്ലോ, അതിന്റെ സീനില്ല. അപ്പൊ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഗൈസ്. നമ്മൾ അഡ്ജസ്റ്റ് ആയിട്ട് വരണല്ലോ. അപ്പൊ അങ്ങനെ വന്നോളും.
അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്ന് തൊട്ട് ചിലപ്പോൾ ക്ലാസ് ഒക്കെ തുടങ്ങും, ചെറുതായിട്ടൊക്കെ ക്ലാസ് എടുത്ത് തുടങ്ങുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ സ്കൂളിൽ പോവാണ്. എന്നെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് അച്ചുവാണ് കേട്ടോ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് മമ്മയ്ക്ക് ഉമ്മ കൊടുക്കണം, അത് നിർബന്ധമാണ്. മമ്മയ്ക്ക് ഉമ്മ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പോവാറില്ല സ്കൂളിലേക്ക്. അപ്പം മമ്മയ്ക്ക് ഉമ്മ കൊടുത്തിട്ട് ഞാൻ സ്കൂളിൽ പോവാണ്. സ്കൂളിൽ ഒരു 8:30 കഴിഞ്ഞിട്ട് 8:30ക്കാണ് ഇറങ്ങണത്. കാരണം 8:35 ആകുമ്പോൾ എത്താൻ. കാരണം അസംബ്ലി കുറച്ചധികം നേരം ഉണ്ടാവും. മാളൂന്ന് സ്കൂളിലാക്കി പിന്നെ അമ്മച്ചിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാട്ടോ. അമ്മച്ചിക്ക് ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെക്കപ്പല്ല അമ്മച്ചിക്ക്. കാണുന്ന പോലെയല്ല ഗൈസ്, ഞങ്ങൾ ഷുഗർ, പ്രഷർ, പിന്നെന്താ തൈറോയിഡ് എല്ലാത്തിനും അടിമപ്പെട്ട ആളാണ്. ചെവി ഇയർ ബാലൻസ് പോയത് മൊത്തം റിപ്പയറാ. അപ്പൊ നമ്മള് ഡോക്ടറെ അടുത്തേക്ക് വന്നേക്കാണ് കേട്ടോ. അങ്ങനെ അമ്മച്ചീനെ ഹോസ്പിറ്റലിൽ കാണിച്ച് മമ്മ നേരെ വന്നത് എൻ്റെ അടുത്തേക്കാണ് എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അമ്മച്ചീനെ വീട്ടിലുണ്ടാക്കി. അതിനുശേഷം മമ്മ എൻ്റെ അടുത്തേക്ക് വന്നെങ്കിൽ നമ്മളെ സ്കൂളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്കൂളിൽ നിന്ന് എടുത്തു. നേരെ പോയി ഇത് കുറച്ച് പൈസ എടുക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പോയി ബാങ്കിൽ പോയി ATM പോയി പൈസ എടുത്തു. പൈസ എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലോ ഇന്നലെ എനിക്ക് ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കുരുവിൻ്റെ കാണിക്കാൻ. എൻ്റെ മുഖത്ത് നിറച്ച് കുരുക്കളാണ്. അപ്പോൾ അതിൻ്റെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ പിറ്റേ ദിവസം വരാനാണ് പറഞ്ഞത്, ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ. അങ്ങനെ ഞങ്ങൾ 5 മണിയാകുമ്പോൾ പോയി ഡോക്ടറെ കണ്ട്. ഡോക്ടർ ഒരു ഫേസ് വാഷ് തന്നു, പിന്നെ ഒരു ഓയിൽമെൻ്റൊക്കെ തന്നു. എന്നിട്ട് പറഞ്ഞ എൻ്റെ ഫേസിലൊന്നും തേക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി. ഒരു ഫേസ് വാഷും ഒരു മുഖത്ത് തേക്കുന്ന മരുന്നും പിന്നെ ഒരു മോയ്സ്ചറൈസറാണ് തന്നിട്ടുണ്ടായിരുന്നത്. മോയ്സ്ചറൈസറും അമ്മ വാങ്ങിയില്ല, അതിനി വാങ്ങണം. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി വീട്ടിൽ പോവുകയാണ്. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. വീട്ടിൽ പോയിട്ട് കുറേ പരിപാടികളുണ്ട്. പിന്നെ വീട്ടിലേക്ക് ഞാൻ വിശന്ന് വലഞ്ഞാണ് എത്തിയത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഒരാൾ ന്യൂഡിൽസ് ഉണ്ടാക്കണം. പിന്നെ അവിടെ ഫുൾ സ്നേഹപ്രകടനമായിരുന്നു. ഞാൻ അച്ഛനെ അങ്ങോട്ട് സ്നേഹിച്ചങ്ങോട്ട് കൊല്ലാൻ നോക്കിയായിരുന്നു. കാരണം വേറെ ഒന്നല്ല, നമുക്ക് ന്യൂഡിൽസ് കിട്ടണമല്ലോ. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ സോപ്പ് ഇടണം. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ നേരം അച്ഛനെ സോപ്പിട്ടു. പിന്നെ ഗൈസ്, ബിൻസി ആൻ്റണി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു കുട്ടി നമ്മുടെ ലോങ് വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ പേരും ക്രിസ്റ്റീന എന്നാണ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഹായ്. അങ്ങനെ ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ന്യൂഡിൽസ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എനിക്ക്, അച്ഛന്, പിന്നെ ബിയാനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കി. എനിക്കിങ്ങനെ ഭയങ്കര സൂപ്പി ആയിട്ടിരിക്കണം. അതാണ് ഞാൻ അതിലത്തെ ചാറ് മൊത്തം ഞാനാണ് കോരിയെടുത്തത്. അങ്ങനെ ഒരു പ്രസൻറ്റ് സിനിമയൊക്കെ കണ്ട് അതൊക്കെ കഴിച്ചു. ഡോക്ടറെ ഉണ്ടെങ്കിൽ ഡോക്ടർ മരുന്ന് തന്നായിരുന്നു. അത് ഒരു ഫേസ് വാഷും പിന്നെ ഒരു ഓയിൽമെൻ്റാണ്. അപ്പോൾ അത് പരട്ടണം ഗൈസ്. എൻ്റെ കുരു കണ്ടു. അപ്പോൾ ഇനി അത് പരട്ടണം. ഞാനപ്പോൾ പഠിക്കാനില്ല, കുറച്ച് നോട്ട് എഴുതാനുണ്ട്. ഇന്ന് ഞാൻ ഒരു ബുക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് മാത്സ് എഴുതിയിരുന്നായിരുന്നു, അതൊന്ന് പകർത്തണം. അപ്പോൾ അങ്ങനെ കുറച്ച് പണിയുണ്ട് ഗൈസ്. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ പോവാണ്. നമ്മുടെ +1 പണ്ടക്കം പുസ്തകങ്ങളാണ് മാത്സിൻ്റെ. നോക്കൂ, ഇനി ഇതൊക്കെ പഠിച്ചെടുക്കണ്ടേ നമുക്ക്. ഇനി നമ്മളിതൊക്കെ പഠിച്ച് തുടങ്ങണം. അപ്പോൾ ഗൈസ് ഞാൻ നോട്ട് ചെയ്താൽ പഠിക്കാൻ അങ്ങനെ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ ക്ലാസ് എടുത്ത് തുടങ്ങുന്നേ ഉള്ളൂ. ആകെ 2-3 വിഷയമൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. അത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നേ ഉള്ളൂ. അങ്ങനെ അധികം നോട്ടൊന്നും എഴുതി തന്നില്ല. പിന്നെ മാത്സാണ് പിന്നെ എഴുതി തന്നത്. അത് ഞാൻ വേറെ നോട്ടിൽ എഴുതുകൊണ്ട് അത് പകർത്താനിരുന്നതാണ്. അങ്ങനെ പഠിക്കാനൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തൊട്ടൊക്കെ പഠിക്കാൻ തരും. ഞങ്ങൾക്ക് എല്ലാ മൺഡേ ഒരു എക്സാം ഉണ്ട്, മൺഡേ എക്സാം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിപ്പോൾ തുടങ്ങിയില്ല എന്നാണ് പറഞ്ഞത്. ഒരു ജൂലൈക്ക് ആകുമ്പോഴേക്കേ തുടങ്ങുള്ളൂ. കാരണം ഞങ്ങളൊന്ന് സെറ്റായി വരണമല്ലോ, ഇപ്പോൾ വന്നിട്ടില്ലേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഞാൻ നോട്ടൊക്കെ എഴുതാനിരുന്നു. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ തന്നെ വിളിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.